ഹായ് ഫ്രണ്ട്സ്, 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇനി ഒന്ന് ഫ്രഷ് ആവണം, താഴെ പോകണം, ഫുഡ് കഴിക്കണം. അടുക്കള ജോലിയുണ്ട്. മിക്കവാറും മരിച്ചിനി മീനും ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് ഒതുക്കണം. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യണില്ല. അത് കഴിഞ്ഞ് വന്ന് പഠിക്കാതിരിക്കുമ്പോൾ വീഡിയോ എടുക്കാം. അത്രേ ഉള്ളൂ. കാരണം അതിന് മീൻ മരിച്ചിനെയൊക്കെ വയ്ക്കണത് ഊഹിക്കാമല്ലോ. എല്ലാവരും എടുക്കണ എഫേർട്ട് എടുത്ത് അതിനങ്ങോട്ട് ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. ഹലോ, അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അടുക്കള ജോലി കുറച്ച് സഹായിച്ചു കൊടുത്തു, മീനും ചക്കയൊക്കെ വയ്ക്കാൻ വേണ്ടി. എന്നിട്ട് തൂത്ത് തുടച്ചിട്ടു. അത് അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല, എന്നാലും ഒരു വിധം ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് കഴിക്കാൻ കൊഴുക്കട്ട, ശർക്കരയും തേങ്ങയൊക്കെ വെച്ച കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്തു. അപ്പോൾ ഇന്നിനി അടുക്കള ജോലി എന്ന് പറയുന്നത് രാത്രി എന്തെങ്കിലും ഡിന്നർ പോലെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അത് കടലക്കറി കാണും. അപ്പോൾ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തി ആണെങ്കിൽ കുറച്ച് 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇനി ജോലിയില്ല ഇപ്പോൾ. പക്ഷേ സമയം മണി 3 ആവാറായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ടാരോ റീഡിങ് ഒരു 3 മിനിറ്റിൻ്റെ വല്ലതും ചെയ്തിടണം. എന്നിട്ട് ഒരു ടാരോ റീഡിങ് കണ്ടിട്ട് അല്ലെങ്കിൽ കാണാതെ എന്തായാലും പഠിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ നാരായണി എഴുതാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ടാരോ റീഡിങ് ഒരെണ്ണം ചെയ്യും. അത് ഈ വീഡിയോ ചാനലിൽ വരില്ല, വേറൊരു ചാനലിലാണ് ഇടണം. എന്നിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. PSC ആണ് പഠിക്കുന്നത്, അറിയാമല്ലോ. പഠിക്കുമ്പോൾ ഞാൻ അത് പറ്റുമെങ്കിൽ കാണിച്ചു തരാം. എന്തായാലും സയൻസ് അതിൽ ഹാർട്ട് എടുക്കണമെന്ന് നോക്കണം, അല്ലെങ്കിൽ IT ഇതായിരിക്കും ഇന്ന് എടുക്കുക. പിന്നെ കൂടുതൽ ബോറടിച്ച് കഴിഞ്ഞാൽ കേരള ജോഗ്രഫി നോക്കട്ടെ. അപ്പോൾ അത് ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് ചെയ്യട്ടെ, ടാരോ റീഡിങ് ചെയ്യട്ടെ. ഇതാണ് ഒബ്ജക്റ്റായിട്ട് വയ്ക്കുന്നത്. പിക്ക് ചെയ്യണമല്ലോ, 2 ഒരേ കാർഡല്ലേ വെക്കണം. ബാക്ക് സൈഡാണ് കാണിക്കുന്നത് കാർഡിൻ്റെ. അപ്പോൾ ഒരേപോലെ ഇരിക്കും. അപ്പോൾ ജസ്റ്റ് അത് ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി, ഒരു ഇൻഡ്യൂഷന് വേണ്ടിയിട്ട് അത് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനി പഠിക്കുമ്പോൾ എല്ലാം വ്ളോഗ് ചെയ്യാം. ടാരോ റീഡിങ് എടുത്തു, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ദാ ഒരു മീൻ പൊരിച്ചത്, മീൻ കറി, കട്ടൻ ചായ. അപ്പോൾ ഇത് ഇപ്പോൾ സമയം 3:15. പക്ഷേ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. പിന്നെ എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അടുത്ത് പഠിക്കാൻ പോകാൻ വിചാരിച്ചു. ഒന്നും പഠിച്ചില്ല, ഇനി പഠിക്കേ ഉള്ളൂ. ഇത് കാരയ്ക്ക ഉപ്പിലിട്ട് വെച്ചേക്കണതാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇതിവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ സിമൻ്റ് ഇട്ടത് ഇതാണ്. ഇവിടെയൊക്കെ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറച്ചൊന്ന് സിമൻ്റ് ഇട്ടെടുത്തതാണ്. ഈ സൈഡൊക്കെ. പിന്നെ ഇവിടെ ഒരു പൈപ്പുണ്ട്, അകത്തെ ഒരു വാഷ് സ്പേസിൻ്റെ പൈപ്പ്. പിന്നെ ഇതാണ് റംബൂട്ടാൻ നമ്മൾ വാങ്ങി നട്ടത്, പക്ഷേ ഇതുവരെ കാച്ചിട്ടില്ല. ഇവിടെ ഒരു റോസയൊക്കെ ഉണ്ട്. ഇവിടെയാണ് തുളസി. അതിന് വാടി പോകുമ്പോഴേ മാറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു പപ്പായ, ഇവിടെ ഒരു റംബൂട്ടാൻ. ഇത് ഞാൻ നട്ട റംബൂട്ടാനാണ്. റെഡ് വരിക്കണ കുഴിയണമെന്ന് അറിഞ്ഞുകൂടാ. കായ്ക്കുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തു തരാം. ഇവിടെ ഒരു പ്ലാവ്. എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ സ്വന്തം വീട്. ജോലിയൊക്കെ കിട്ടിയാൽ അത് നടക്കും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടുത്തെ. കുറച്ച് ചെടി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. വാടി നിന്നുകൊണ്ട് ഞാൻ പറിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വിളക്കിലൊക്കെ വയ്ക്കാൻ എടുക്കായിരുന്നു. ഇതിപ്പോൾ വാടിയാണ് നിൽക്കണം. ഇപ്പോൾ സമയം 3:45 ആവാറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഉണ്ട് 3:45 ആവാൻ. അപ്പോൾ 3:45 തൊട്ട് പഠിക്കാം എന്നാണ് വിചാരിക്കണത്. ഹാർട്ടാണ് പഠിക്കാനുള്ളത്. എനിക്ക് അടുക്കള ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് സത്യം പറഞ്ഞാൽ പഠിക്കണത് എനിക്കിഷ്ടമല്ല. എനിക്ക് പഠിക്കുമ്പോൾ രാവിലെ എണീറ്റിരുന്ന് ആ ഫ്രഷ്നെസ്സോടുകൂടി ഒരു ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നങ്ങ് പഠിക്കണം. കുറേ ടൈം പഠിക്കണം.
പക്ഷേ കാലിൻ്റെ തൊലി എന്തോ ഇളവിരിക്കണം. പക്ഷെ അതിന് നമുക്കിപ്പോൾ സാഹചര്യമില്ല. നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. രാവിലെ ഞാൻ താമസിച്ചെണീക്കണോണ്ട് തന്നെ ജോലി കഴിയുമ്പോൾ ഇതുപോലെ ഫുഡും കൂടി കഴിച്ച് കഴിയുമ്പോൾ ഒരു 3-4 മണിയാവും. അതിന് ശേഷമുള്ള സമയമേ പഠിക്കാൻ പറ്റുള്ളൂ. യോഗ എക്സസൈസ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ബാലൻസ് ചെയ്യാനുള്ള ടോണിക് ആയതുകൊണ്ട് തന്നെ അതും എനിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഠിക്കാനുള്ള മൂഡുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ പഠിക്കാം, എന്നിട്ട് യോഗ എക്സസൈസ് മേല് കഴുകൽ തുടങ്ങിയ കലാപരിപാടികൾ നമുക്ക് ഭയങ്കര കട്ടി പോലെ അല്ലേ പുരികം. ഞാൻ ത്രെഡ് ചെയ്തിട്ടേ ഇല്ല. ചെയ്യണം, ജോലിയൊക്കെ കിട്ടിയിട്ട് തുടങ്ങാമെന്നാണ് ഇരിക്കണം. പക്ഷേ ഇതിന് കട്ടി കുറവും ഇതിന് കൂടുതലും പോലെ. എന്തായാലും ഇപ്പം ശരിയായോ? എന്തായാലും ഇതൊന്ന് മാറ്റണം, സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. വണ്ണം കുറയട്ടെന്നാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. പക്ഷെ വണ്ണം കുറയണില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്തായാലും നമുക്ക് പഠിച്ചു തുടങ്ങാം. ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. വരുമാനം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ച ഒരു 10 മിനിറ്റ് വീഡിയോ ഉണ്ട്, അത് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇതും കൂടെ നോക്കാം. ഇത് ഒരു വ്ളോഗ് പോലെ പോയിട്ട് ഇന്ന് രാത്രി എങ്ങാനും അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 27 മെയ് ബുധനാഴ്ചയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിരിപ്പുണ്ട്. കിച്ചൺ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പഠിച്ചാൽ മതി. എത്ര പഠിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ പഠിച്ചത്, നിങ്ങൾ പഠിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഡെയിലി 1 മണിക്കൂറെങ്കിലും പഠിക്കുക. എന്തെങ്കിലും ഫങ്ഷനോ അത്യാവശ്യമോ ജോലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 മണിക്കൂറെങ്കിലും സമയം കണ്ടെത്തി പഠിക്കണം, നല്ലതായിരിക്കും. അപ്പോൾ ആ ടച്ച് വിട്ടുപോകില്ല. ഇന്നലെ 26-ാം തീയതി പഠിച്ചതാണിത്. ഭയങ്കര ക്ലിയർ ആയില്ല, എന്നാലും ഓക്കെയാണ്. അപ്പോൾ ഇന്ന് ഇത് പഠിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് താഴെ പോയിട്ട് വന്ന് ഇത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇത് തൊട്ട് പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. എത്ര പഠിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇന്ന് പഠിക്കണ പോർഷൻ ഞാൻ കവർ ചെയ്യണത് കാണിച്ചു തരാം. ഇന്ന് എനിക്ക് മൂഡൊന്നുമില്ല, കാരണം ഞാൻ ജോലി ചെയ്തിട്ട് വന്നിരിക്കണോണ്ട് എനിക്ക് വലിയ മൂഡില്ല. എന്നാലും പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് പഠിക്കുകയാണ്. എത്ര പഠിക്കണുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അധികമൊന്നും പഠിച്ചില്ല. 1-2 ടാരോ റീഡിങ് ചെയ്തു. 3 മിനിറ്റിൻ്റെയൊക്കെ ഷോർട്സ് ചെറിയ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതായിപ്പോൾ ഇനി പഠിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മൂഡ് ഓഫ് ആവും, പഠിക്കണ്ടെന്ന് തോന്നും. പിന്നെ ഞാൻ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എനിക്ക് താല്പര്യമില്ലല്ലോ, എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ ഗവൺമെൻറ് ജോലി. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പഠിക്കണം എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇനി പഠിക്കുന്നത് ജോഗ്രഫി ആയിരിക്കും ഇന്ന് പഠിക്കുക. കാരണം ഹാർട്ടാണ് പഠിക്കാനുള്ള സയൻസിലെ പോർഷൻ. അത് ഫ്രഷായിട്ട് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നാളെ എങ്ങാനും പഠിക്കാം. നാളെയും ജോലിയുണ്ട്, ഇല്ലെന്നല്ല, എന്നാലും നോക്കട്ടെ. ഇന്നെന്തായാലും മൂഡില്ല. അപ്പോൾ ഇന്ന് പഠിക്കണമെങ്കിൽ ജോഗ്രഫിയോ അല്ലെങ്കിൽ ടാരോ റീഡിംഗ് ആയിരിക്കും ഇനി പഠിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്ളോഗായിട്ട് ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ, വിശേഷമൊന്നുമില്ല പ്രത്യേകിച്ച്. പഠിക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. എനിക്ക് അടുക്കള ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള മൂഡൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇന്ന് മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ജോഗ്രഫി എടുക്കാമെന്ന്. ജോഗ്രഫി ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോകുമ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എന്തോ മണ്ണും ജോഗ്രഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും ജോഗ്രഫിയുടെ ടോപ്പിക്കിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അത് പഠിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ 8:30 ആയിട്ടുണ്ട്. ഒരു 10:30 വരെ അല്ലെങ്കിൽ 11 മണി വരെയെങ്കിലും പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നും എക്സസൈസ് ചെയ്തില്ല, യോഗ ചെയ്തില്ല. കുറച്ച് യോഗയെങ്കിലും ചെയ്യണം. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട്
അതുകൊണ്ട് ഉടനെ ചെയ്യാൻ പറ്റില്ല. രാത്രി നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം. ഒരു 10-10:30 ആകുമ്പോൾ. ഇപ്പോൾ എന്തായാലും ഞാൻ പഠിക്കാമെന്ന് വിചാരിക്കുവാണ്. ഒരു ടാരോ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ജോഗ്രഫി പഠിക്കാം. ഒരു 5-6 പേജെങ്കിലും ഇന്ന് പഠിക്കണം. കാരണം ഇന്ന് ഒന്നും പഠിച്ചിട്ടില്ല, ഒരു പഠിത്തവും നടന്നിട്ടില്ല. ഇന്ന് ഫുള്ള് മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറ്റണം. പഠിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ജോലി കിട്ടണ വരെയെങ്കിലും നമ്മൾ പഠിക്കണത് നിർത്താൻ പാടില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം. വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുമല്ലേ, അപ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യം കഷ്ടപ്പാടും വേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഒന്ന് പഠിക്കട്ടെ. പഠിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് തരാം എന്താണ് ഞാൻ പഠിച്ചതെന്നൊക്കെ. ഇപ്പം സമയം 9:50 ആയിട്ടുണ്ട്. ഞാൻ എന്താ ഒരു കട്ടൻ ചായ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കൊഴുക്കട്ടയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ശർക്കരയും തേങ്ങയൊക്കെ അകത്ത് വെച്ചൊരു കൊഴുക്കട്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഉടനെ കഴിക്കും. ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കണം. പിന്നെ ഇന്ന് അധികം ഒന്നും പഠിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാത്തത്. ജസ്റ്റ് ഇനി ടാരോ റീഡിംഗ് ആണ് പഠിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ടാരോ റീഡിംഗ് ആണ് ഇപ്പോൾ തൊട്ട് ഇനി കുറച്ച് സമയം പഠിക്കുക. കാരണം ഞാൻ റീഡിങ് ചെയ്യണുണ്ട്, അപ്പോൾ അത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പഠിച്ചിട്ട് കിടന്നുറങ്ങും. ടാരോ റീഡിങ് എന്തെങ്കിലും കണ്ടിട്ട് കിടന്നുറങ്ങും. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ശരി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട്, പഠിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുള്ള വീഡിയോ ആയിട്ട്, വ്ളോഗായിട്ട് അടുത്ത് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.